വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാത്തന്നൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കാനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനവുമായി ചില മിനിറ്റുകൾ ഞങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രവണസീമകളെ ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവിക സന്ദേശം മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ദൈവവചനം മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി വരുന്നതും ദൈവിക സന്ദേശങ്ങൾ മനുഷ്യന്റെ ഏകാന്തതകളെയും ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റി ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനങ്ങളാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത. ദൈവവചനം കാലിന് ദൈവമാണ്, പാതയ്ക്ക് പ്രകാശമാണ്, പാതയെ തകർക്കുന്ന സിദ്ധിയാണ്, പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നതാണ്, രോഗസൗഖ്യം നൽകുന്നതാണ്. ദൈവവചനത്തിൽ ബന്ധനമില്ല. ദൈവവചനം ഏത് മനുഷ്യനെയും ജീവിപ്പിക്കുന്നതും ദൈവവചനം ഏത് മനുഷ്യനെയും നേരായ പാതയിലൂടെ നടത്തുന്നതും ഒരു മാർഗദർശിയുമാണ് ദൈവവചനം. തെറ്റായ ദിശയിൽ നിന്ന് നേരായ പാതയിലേക്ക് നടത്തുന്നതാണ് ദൈവവചനം. അഥവാ ഒരു ചൂണ്ടുവലകയാണ് ദൈവവചനം. നാശത്തിന്റെ പാതയിൽ നിന്ന് വിശാല വഴികളിൽ നിന്ന് നിത്യജീവന്റെ പാതയിലേക്ക് എടുത്തുയർത്തുന്നതാണ് ദൈവവചനം. ഏകദേശം 1500 വർഷം കൊണ്ട് 40ഓളം വരുന്ന അഭിഷിക്തന്മാരാണ് രചിക്കപ്പെട്ടത്. ഈ ലോകത്തിന് മനുഷ്യവർഗത്തിന് ദാനമായി കൊടുത്ത സർവേശ്വരനായ ഒരു ദൈവം. അനേക ഗ്രന്ഥങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ഈ ഗ്രന്ഥം ബൈബിളെന്ന വിശുദ്ധ വേദപുസ്തകം അനേകാലികളെ നിത്യതയിലേക്ക് കൊണ്ടുപോയ പുസ്തകമാണ്. നരകത്തിന്റെ കിരാതമായ അനുഭവത്തിൽ നിന്ന് നിത്യതയിലേക്ക് നയിച്ചതാണ് ബൈബിൾ. തകർച്ചയിൽ നിന്ന് ഉയർച്ചയുടെ ഭവനങ്ങളിലേക്ക് നയിച്ചതാണ് ബൈബിൾ. ആ ബൈബിളിൽ പെരിയാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതായിത്തീരുന്നു. ഒരുവൻ യേശു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു ജീവിതം ഈ ദൈവത്താൽ പണിയപ്പെടുന്നു. വിഷമന്റെ കയ്യിലേക്ക് കളിമണ്ണ് പോലെ ഒരുവൻ ക്രിസ്തുവിലായിത്തീരുന്നവൻ യഥാർത്ഥമായ സത്യമായ നീതിയായ വിശുദ്ധമായ വഴികളിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. പഴയതെല്ലാം ഭാവിയിലെ വന്ന് നാശകരമായ കുഴിയിൽ നിന്നും കുഴികളായ ചേർത്തിൽ നിന്നും അവനെ കയറ്റി എന്റെ കാലുകളെ അവൻ ഭാരമേ നിർത്തി ഇതുമായി പുതിയ കാറ്റ് തന്നു. നമ്മുടെ ദൈവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ലക്ഷ്യമൊന്നുമില്ല, ജീവിതത്തെ കുറിച്ച് അർത്ഥമില്ല, കഴിഞ്ഞു പോകുന്നു. ഇതാ സകലം പുതുതായി മാറുകയാണ്. അവന്റെ വേഷത്തിൽ പുതിയ അനുഭവം, അവന്റെ സംസാരത്തിൽ പുതിയ അനുഭവം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതായിത്തീരുന്നു. കാൽവരി മരണത്തിലൂടെ
കാറ്റിനെയും കടലിനെയും ഇളക്കി ഒരു മരവിനെ തടയുവാനിടയായി. എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, കാറ്റിനെയും കടലിനെയും ഉണ്ടാക്കിയവൻ, കാറ്റെ അടങ്ങാ കടലെ ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് കാറ്റിനെയും കടലിനെയും അടക്കി യേശു ഗദരദേശത്തെത്തുവാൻ തക്കവണ്ണമിടയായി. യേശു ഗദരദേശത്തെത്തുമ്പോൾ പൂർവമാദിച്ച മനുഷ്യൻ ആകെ കല്ലറകളിൽ കിടക്കുകയാണ്. സ്വഭാവമില്ലാത്തവനായി കിടക്കുകയാണ്. ബന്ധിക്കപ്പെട്ടവനായി കിടക്കുക. ഭയപ്പെട്ടിട്ട് പറയുക, സമയത്തിന് മുമ്പേ നിങ്ങളെ ദണ്ഡിപ്പിക്കരുതേ, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, അതെ ഞങ്ങളെ എന്താണ് ഈ പള്ളിക്കൂട്ടത്തിലേക്ക് അയക്കണത്. ഇന്ന് പഴയകാലത്തിലെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവന്റെ മേൽ വ്യാപരിച്ച നിരാത്മാവായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കണ്ടത് മുതൽ അവനെ യേശുക്രിസ്തു തുറന്നുണ്ടാക്കി അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ഭൂതത്തെ ശാസിച്ച പള്ളിക്കൂട്ടത്തിലേക്ക് അയച്ചു. പള്ളിക്കൂട്ടങ്ങളും കടൽക്കൂട്ടത്തോടെ കടലിൽ ചാടി ചാകുവാനിടയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വന്നുകൊണ്ടവനായും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുവാൻ തക്കവണ്ണമിടയായി. ഇതാണ് മാനസാന്തരം. സുബോധമുള്ളവനായി, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കപ്പെട്ടവനായി യേശുവിന്റെ കാൽക്കൽ ഇരുന്നു എന്ന് നമുക്ക് മറ്റൊരു സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ മാനസാന്തരം. ഇതാണ് പുതിയ സൃഷ്ടി. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഈ പകലിൽ കേൾക്കുന്ന ദേശവാസികളെ, സഹോദരങ്ങളെ, മാതാക്കളെ, പിതാക്കളെ, ഇന്ന് നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ? സുബോധമില്ലാത്തവനായി അമ്മമാരെ കൊന്ന്, അപ്പന്മാരെ കൊന്ന്, മദ്യപിച്ച പേക്കോലകളായി, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മനുഷ്യൻ സുബോധമില്ലാത്തവനായി കഴിഞ്ഞ് നടക്കുന്ന യുവമകൾ. കണ്ണാട് കച്ചവടം, മദ്യക്കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ പെട്ടെന്ന് പണമുണ്ടാക്കുവാനായി അവൻ ആളോട് നടക്കുമ്പോൾ അവന് സുബോധമില്ല. അവൻ ആരെയും ആക്രമിക്കുകയാ, ആരെയും കൊല്ലുകയാണ്. ഉള്ളം ബാധിക്കപ്പെട്ട മനുഷ്യനെ പോലെ അവന് സുബോധമില്ലാത്തവനായി കഴിയുകയാണ്. യേശുവിനെ നിങ്ങൾ വന്നിട്ട് അവനെ സ്വതന്ത്രമാക്കുവാനിടയായി. ഇന്നൊരു ദിവസം എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്നു. 19-ാമത്തെ വയസ്സിൽ മദ്യപിച്ച് നടക്കുന്ന പെൺകൊച്ചികൾ കൊച്ചുകുഞ്ഞുങ്ങളെ ആകെ കിഴക്കുകളിൽ കൊല്ലുന്നു. ഇങ്ങനെ വ്യത്യസ്ത വാർത്തകൾ നമ്മൾ കേട്ട മനമെടുത്തിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ ഈ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സകലതും പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇതാ സകലതും പുതുതായി മാറുന്നു. അവന്റെ ഹൃദയത്തിന് മാറ്റം, അവന്റെ സംസാരത്തിന് മാറ്റം, അവന്റെ ജീവിത രീതികൾക്ക് മാറ്റം. അവൻ നേരായ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. അവനാരെയും ശ്രമിക്കുന്നില്ല, അവൻ വഞ്ചിക്കുന്നില്ല, അവനാരെയും യോജിക്കുന്നില്ല. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, സർവശക്തനായ ദൈവത്തിന്റെ ജനം ഈ പകൽക്കാലം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മദ്യപാനത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, മയക്കുമരുന്നിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, സുബോധമില്ലാത്ത കഴിയുന്ന വ്യക്തിയാണെങ്കിൽ യേശു നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ താരലോകത്തിലേക്ക് ഇറങ്ങി വന്ന കാലഘട്ടത്തെ ഏറിയെന്നും വീശിയെന്നും രണ്ടായി തിരിച്ച് അതിക്ക് 2000 വർഷത്തിന് മുമ്പേ, 2025 വർഷത്തിന് മുമ്പേ സ്വർഗത്തിൽ ദൈവത്തിനായിരുന്നു യേശുക്രിസ്തു. വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശുമരണത്തോട് മനസ്സന്നുള്ളവനായിരുന്നു. തന്റെ അവസാന തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിന് വേണ്ടി ഒഴിച്ചുകൊടുത്തു. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാണനെ വിടുന്ന സമയത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു. 2 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, സഹോദരിമാരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ യേശുമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുക. ഇന്നത്തെ ഈ കാലഘട്ടത്തെ നോക്കിയാണ് ഇന്നത്തെ തലമുറകളെല്ലാം വഴിപിഴച്ചു പോയി. അന്ന് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്,
അല്ലയോ യെരൂശലേം പുത്രിമാരെ, വന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ചൊല്ലിക്കരയില്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയില്ല. ഇതനുസരിക്കാത്ത, ഗുരുക്കന്മാരെ അനുസരിക്കാത്ത, പോലീസ് അധികാരികളെ അനുസരിക്കാത്ത, മാതാപിതാക്കളെ അനുസരിക്കാത്ത, ദേശത്തിലെ മാന്യമായി നടക്കുന്ന മനുഷ്യരെ പറയുന്നത് കേൾക്കാതെ ജീവിക്കുന്ന തലമുറകളായി മാറിയിട്ടില്ലേ? എന്തിനും ഏതിനും എന്ത് ചെയ്യുവാനും ഏതും പ്രവർത്തിപ്പാനും മുൻപോട്ടിറങ്ങുന്ന ഒരു തലമുറകൾ ഇല്ലേ? അതാ യേശു എന്ന് പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയില്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയില്ല. രണ്ടാമത് യേശു ഇങ്ങനെ പറഞ്ഞു, ഏലോകി ഏലോകി ലമ്മ ശബക്താനി, എന്താ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, വിശുദ്ധ പഴയ വിശുദ്ധന്മാർ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കമിടമിടയായി. ദേശത്തെല്ലാം വീട്ടുണ്ടായി. യേശു ക്രിസ്തു പ്രാണനെ വിട്ടപ്പോൾ പ്രപഞ്ചം പോലും നടുങ്ങി വിറയ്ക്കുവാനിടയായി. ആ പ്രാണനെ വിടുന്ന സമയത്ത് തന്റെ അസ്ഥികളിൽ ഒന്നും ഒഴിഞ്ഞു പോകാതെ യേശു ക്രിസ്തുവിന്റെ രക്തം പീലാത്തോസിന്റെ കൽത്തള മുതൽ ഗൊൽഗോഥാ വരെ ഒഴുകുവാനിടയായി. വീടുകളിലെത്തും ഘടനമായ യേശു ക്രിസ്തു പ്രാണനെ വിട്ടപ്പോൾ പ്രപഞ്ചം പോലും ശോകമുഖം അന്തരീക്ഷത്തിലായി തീരുവാനിടയായി. നിന്റെ പാപം എത്ര കടിയൊപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്തം വരെ വരെ ആയിത്തീർന്നാൽ പഞ്ഞി പോലെ ആക്കി തീർക്കും. യേശു ക്രിസ്തുവിലേക്ക് മടങ്ങുക. നിന്റെ കൊച്ചുകൃതയും നീ യേശുവിനായി കൊടുക്കുക, നിന്റെ കൊച്ചുകൃതയും ദൈവത്തിനായി കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൗഖ്യം. പാപത്തെ വിട്ടോടിയിടുവിൻ, വന്നിടുവിൻ, യേശു പാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ, വരുന്നോരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വരുന്നോരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. യേശു പാദം ചേർന്നിടുവിൻ, പാപത്തെ യേശു ക്രിസ്തുവിനെ പ്രാപിച്ച് മനുഷ്യനായി തീരുവാൻ